ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് പറയുന്നത് ഒരു സ്കോളർഷിപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ. സാധാരണ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് നൽകുന്ന സ്കോളർഷിപ്പുകൾ പറയാറുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് നൽകുന്ന സ്കോളർഷിപ്പുകൾ പറയാറുണ്ട്, അതുപോലെ തന്നെ ചില ഫൗണ്ടേഷനോ ഓർഗനൈസേഷനോ ഒക്കെ നൽകുന്ന സ്കോളർഷിപ്പുകളെയൊക്കെ പറ്റി നമ്മൾ പറഞ്ഞു പോരാറുണ്ട്. അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ US ടെക്സാസ് കേട്ടിട്ടുണ്ടാവും അല്ലേ? അവിടെ ഹൂസ്റ്റണിലെ മലയാളി എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ്. ഇത് കേട്ടപ്പോൾ ചെറിയൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടായില്ല, ഇത് ജെനുവിൻ ആണോ, നമ്മൾ അപ്ലൈ ചെയ്താൽ കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടായല്ലേ? അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കും ഉണ്ടായി. ഞാൻ അതുകൊണ്ട് ഇവരുടെ വെബ്സൈറ്റ് കയറി കറക്റ്റായിട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവർ 25 വർഷമായിട്ട് ഈ ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ ലാസ്റ്റ് ഇയർ വരെ ഇവർ സ്കോളർഷിപ്പ് കൊടുത്തവരുടെ ലിസ്റ്റ് ഇവർ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ജെനുവിൻ ആണോ എന്ന് നോക്കിയിട്ടാണ് പറയാൻ ശ്രമിക്കാറ്. സോ ഇത് ഒരു സ്കോളർഷിപ്പ് കിട്ടുന്ന സ്കോളർഷിപ്പാണ്, അപ്ലൈ ചെയ്താൽ അർഹതയുള്ളവർക്ക് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പ് തന്നെയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്കൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ്, എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏത് വെബ്സൈറ്റ് ആണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എമൗണ്ട് പ്രതിവർഷം $600 തുല്യമായിട്ടുള്ള തുകയാണ് ഇതിൻ്റെ സ്കോളർഷിപ്പ്. ഇപ്പോൾ നിങ്ങൾ 4 വർഷത്തിൽ കുറയാതെ ഉള്ള ഒരു ഡിഗ്രി ആയിരിക്കണം. മാത്രമല്ല നിങ്ങളിപ്പോൾ ഈ ഫസ്റ്റ് ഇയർ എടുക്കാൻ പോകുന്നുണ്ടല്ലോ, ഓക്കെ, കുറച്ച് പേര് കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, കുറച്ച് പേര് എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളായിരിക്കണം. ഓൾറെഡി ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് പറ്റില്ല. ഇപ്പോൾ ഈ 2024-25 അക്കാദമിക് ഇയറിൽ അഡ്മിഷൻ എടുക്കുന്ന അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ $600, അത് നിങ്ങൾക്ക് എല്ലാ വർഷവും കിട്ടും കേട്ടോ. ആ ഒരു എമൗണ്ട് കോഴ്സ് തീരുന്നവരെ നിങ്ങൾക്ക് ഈ $600 തുല്യമായിട്ടുള്ള തുക സ്കോളർഷിപ്പായിട്ട് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് ഓൾറെഡി ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ലാസ്റ്റ് ഡേറ്റ് November 30 വരെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും സ്കോളർഷിപ്പുകൾക്ക് പറയുന്ന പോലെ എവിടെയാണോ ലാസ്റ്റ് ചേരുന്നത് അവിടെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ സ്കോളർഷിപ്പുകൾക്ക് കൊടുത്താൽ മതി കേട്ടോ. ഇനി ആർക്ക് കൊടുക്കാമെന്നൊരു കാര്യം ഉണ്ടാവും അല്ലേ? ഏതൊക്കെ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് കൊടുക്കാമെന്നുള്ളതിന് ഇവർ കറക്റ്റായിട്ടുള്ള പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഏത് എഞ്ചിനീയറിംഗ് കോഴ്സ് ആണെങ്കിലും കൊടുക്കാം കേട്ടോ. ഇവർ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എഞ്ചിനീയറിംഗിൻ്റെ ഏത് കോഴ്സ് പഠിക്കുന്നവർക്കും കൊടുക്കാം. പിന്നെ ആർക്കിടെക്ചർ, നേവൽ ആർക്കിടെക്ചർ പഠിക്കുന്നവർക്കും കൊടുക്കാം. ഇത്രയും കോഴ്സുകൾ പഠിക്കുന്നവർക്കാണ് ഇത് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഇനി ഓൾറെഡി നമ്മൾ പറഞ്ഞു $600 ആണ്. November 30 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ എല്ലാ സ്കോളർഷിപ്പുകളും പറയുമ്പോൾ നിങ്ങളോട് പറയാറുണ്ട് എന്താണ്, സ്കോളർഷിപ്പ് കിട്ടാനുള്ള പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കുറഞ്ഞ വാർഷിക വരുമാനവും നല്ല മാർക്കുമാണെന്നുള്ളത്. അപ്പോൾ ആർക്കിടെക്ചറിൻ്റെ കേസ് ആണെങ്കിൽ ആർക്കിടെക്ചർ പഠിക്കുന്നവർക്കാണ് എങ്കിൽ നിങ്ങളുടെ നാറ്റ എൻട്രൻസ് എക്സാം ഉണ്ടല്ലോ, നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ, അതിൽ നിങ്ങൾക്ക് 110 മാർക്കിൽ കുറയാതെയുള്ള മാർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ആർക്കിടെക്ചറിൻ്റെ കേസ് വരുമ്പോൾ. ഇനി മറ്റൊരു കാര്യം, ഓക്കെ, അത് കറക്റ്റായിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കീമിൻ്റെ റാങ്ക്, കീം എഞ്ചിനീയറിംഗ് റാങ്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൽ പ്രത്യേകം ഇവർ പറയുന്നുണ്ട് കേട്ടോ, കേരളീയനാവണം എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ കീം എഞ്ചിനീയറിംഗ് റാങ്ക് അനുസരിച്ചിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൻ്റെ അഡ്മിഷൻ എടുത്തേക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 5000-ൽ താഴെ 1 to 5000 വരെയുള്ള ഏതെങ്കിലും ഒരു റാങ്കിൽ വന്നിട്ടുള്ളവരായിരിക്കണം എന്നുള്ള കാര്യമുണ്ട്. അപ്പം നാറ്റയുടെ സ്കോർ 110, അതിൽ കൂടുതൽ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 5000 വരെയുള്ള റാങ്കിലുള്ളവരായിരിക്കണം എന്നുണ്ട്. മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം, ആനുവൽ ഇൻകം 1.5 ലക്ഷത്തിൽ കൂടുതൽ ആവാൻ പാടില്ല എന്നുള്ളതാണ്. 1.5 ലക്ഷമോ അതിൽ താഴെയോ ആയിരിക്കണം നമ്മുടെ വാർഷിക വരുമാനം എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം 3 കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ കറക്റ്റായിട്ട് ഇവരെല്ലാ ഇൻഫർമേഷൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ 10th-ലും 12th-ലും നിങ്ങൾക്ക് 85% കൂടുതൽ മാർക്ക് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം കൂടി ഇവർ ഇത് പറയുന്നുണ്ട് കേട്ടോ. 85% മാർക്കിൽ കൂടുതൽ ഉണ്ടാവണം എന്നുള്ളത് പറയുന്നുണ്ട്. ഇവർ 2000 കുട്ടികൾക്ക് എല്ലാ വർഷവും ഈ ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് പറയുന്നത് കേട്ടോ. ഇനി November 30 ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഷീറ്റ്, കീമിൻ്റെ റാങ്ക് ഷീറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, തഹസീൽദാറിൽ നിന്നോ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ഇൻകം സർട്ടിഫിക്കറ്റ്, പിന്നെ റെക്കമെൻഡേഷൻ ലെറ്റർ നിങ്ങളുടെ കോളേജിൽ നിന്നുള്ള, നമ്മൾ സാധാരണ അതിൻ്റെ ബോണഫൈഡ് എന്നൊക്കെ പറയും, ആ ഒരു ലെറ്റർ നിങ്ങളുടെ കോളേജിൽ നിന്ന്, ഇങ്ങനെയൊക്കെയുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിന് ഓരോ സ്റ്റെപ്പുകളുണ്ട്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദ ഇൻഫർമേഷൻ ഫോർ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട്
ഒരു ഇൻഫർമേഷൻ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് 2 ഓൺലൈൻ സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം കിട്ടും. സ്റ്റെപ്പ് 3 ആയിട്ടാണ് നമ്മുടെ മാർക്ക് ഷീറ്റ്, 10th 12th ഇൻകം സർട്ടിഫിക്കറ്റ്, അങ്ങനെ നിങ്ങളുടെ പാരൻസിൻ്റെ ആ ഒരു ഫാമിലി ഇൻകം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ഓണറൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. റേഷൻ കാർഡിൻ്റെ കോപ്പി കൊടുക്കാം. അത് പ്രത്യേകിച്ച് BPL ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ റേഷൻ കാർഡിൻ്റെ കോപ്പി കൊടുക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ വർഷമൊക്കെ കിട്ടിയ കുട്ടികളുടെ എബൌട്ട് സ്കോളർഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു ബ്രോഷറുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റ് സ്കോളർഷിപ്പ് റെസിപ്റ്റ്സ്, അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടിയ കുട്ടികളുടെ ആ ഒരു ഇതൊന്നും പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ലിസ്റ്റ് നോക്കൂ നിങ്ങൾ. ഇവിടെ ഇപ്പോൾ ഈസി കൂടുതലും CET വന്നിട്ടുണ്ട്, പിന്നെ NIT വന്നിട്ടുണ്ട്. NITയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാം. TKM വന്നിട്ടുണ്ട്, തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റും ഉണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ MEA മലയാളി എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ എന്നുള്ളതാണ്. MEA ഹൂസ്റ്റൺ HOUSTON ടെക്സാസിലുള്ള ഒരു സ്ഥലമാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. .org എന്ന് പറയുന്നതാണ് ഇവരുടെ വെബ്സൈറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.